അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ആളിനെ അങ്ങോട്ട് ചെന്ന് കാണലും സ്വീകരിക്കലും സുന്നത്താണ്. വസുന്നത്തു അൻ യുതലഖൽ മുസാഫിർ എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ഹാജിയെ കണ്ടാൽ സലാം പറയലും മുസാഫഹത്ത് ചെയ്യലും കൂട്ടത്തിൽ മുആനഖത്ത് നടത്തലും സുന്നത്തുണ്ട്. അഥവാ സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്ത് ഹാജിയെ ആലിംഗനം ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അതോടൊപ്പം അൻ യുഖാല ലഹു, ഹാജിയോട് ഇപ്രകാരം പറയലും സുന്നത്തുണ്ട്: ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക. നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ, നിന്റെ ദോഷം അള്ളാഹു പുറത്തു തരട്ടെ. നീ ഈ ഹജ്ജിന് വേണ്ടി ചെലവഴിച്ച പണം, അതിനെല്ലാം അള്ളാഹു നിനക്ക് പകരം നൽകട്ടെ എന്നർത്ഥം വരുന്ന ഈ ഒരു പ്രാർത്ഥന ഹാജിക്ക് സമ്മാനമായി നൽകൽ സുന്നത്തുണ്ട്. എന്ന് മാത്രമല്ല, ഹാജിയോട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യലും സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഹജ്ജ് കഴിഞ്ഞെത്തിയ ആളുകൾക്ക് അവരുടെ ദുആഇന് പ്രത്യേകമായ പരിഗണനയുണ്ടാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ വരെ വിശേഷിച്ചും ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഹാജിമാരോട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യലും നല്ലതാണ്. അങ്ങനെ ചെയ്യണം എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി സുന്നത്തുകൾ ഹയാത്താക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.